നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ബണ്ടിൽ എന്താണെന്നാണ്. ബണ്ടിൽ അതായത് നമ്മൾ ആൻഡ്രോയിഡിൽ ഉള്ള ഒരു ബിൽറ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്, അതെങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് രണ്ട് പേജുകളുണ്ട്. ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു മെയിൻ ആക്ടിവിറ്റി, ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ആക്ടിവിറ്റി ഉണ്ട്. ഇതിൽ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ജസ്റ്റ് ഞാൻ അതിൻ്റെ കറസ്പോണ്ടിങ് XML-ൻ്റെ അകത്ത് ഒരു ലോഗിൻ പേജ് പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ട് എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ എഡിറ്റ് ടെക്സ്റ്റും ബട്ടൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടൻ്റെ ക്ലിക്കും എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കോമൺ പ്രോസസ്സാണ്, അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയിൽ ഇത് റിപ്പീറ്റേഷൻ അടിക്കാത്തത്. ദെൻ ടെസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു പേജ് ഉണ്ട്. അതിൻ്റെ XML ഫയലിൽ എന്തുണ്ട്, രണ്ട് ടെക്സ്റ്റ് ബോക്സ് അല്ല, ടെക്സ്റ്റ് വ്യൂ, അത് മീൻ ലേബൽ, രണ്ട് ടെക്സ്റ്റ് വ്യൂ ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് T1 എന്നും T2 എന്നും ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. T1 ഉം T2. ഓക്കെ, T1 ഉം T2, ഇത് T1, ഇത് T2. ഓക്കെ, രണ്ട് ടെക്സ്റ്റ് വ്യൂസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ മെയിൻ ആക്ടിവിറ്റി തിരിച്ചു വരുവാണ്. ഈ മെയിൻ ആക്ടിവിറ്റിയിൽ ബട്ടൺ ക്ലിക്കിൻ്റെ അകത്ത് എനിക്ക് എന്ത് ചെയ്യണം, ബണ്ടിൽ എന്ന് വെച്ചാൽ എന്താണ്, നമുക്കിപ്പോൾ ഒരു പേജിൽ നിന്ന്, അതായത് ഒരു പേജിലുള്ള വാല്യൂസ് അടുത്ത ഒരു പേജിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ പേജിൽ നിന്നും അടുത്ത പേജിലേക്ക് വാല്യൂസ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് ബണ്ടിൽ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ബണ്ടിലിനൊരു കുഴപ്പമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പേജിൽ നിന്ന് തൊട്ടടുത്ത പേജിലേക്ക് മാത്രമേ ഈ ബണ്ടിൽ വാല്യൂസ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു പേജിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിഫോൾട്ട് ഉണ്ട്. പക്ഷേ നമ്മൾ ടെമ്പററി സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ബണ്ടിലിൻ്റെ അകത്ത് എങ്ങനെയാണ് കോട്ടലിൽ വാല്യൂസ് കയറ്റി വെച്ചിട്ട് അതെങ്ങനെയാണ് നെക്സ്റ്റിലേക്ക് പാസ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ബണ്ടിലിൽ വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബണ്ടിൽ പാസ് ചെയ്യുന്നത് ഇൻഡൻറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബണ്ടിലിൽ പാസ് ചെയ്യുന്നത്. ഇൻഡൻറ്റിൻ്റെ കൂടെ ആയിരിക്കും ബണ്ടിൽ പാസ് ചെയ്യുന്നത്. ഇത് നെക്സ്റ്റ് പേജിൽ റിസീവ് ചെയ്യും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ബട്ടൺ ക്ലിക്കിൻ്റെ അകത്ത് ഞാനൊരു ബണ്ടിൽ ഉണ്ടാക്കുവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാൽ ബി ഈക്വൽ ടു ബണ്ടിൽ. ഓക്കെ, വാൽ ബി ഈക്വൽ ടു ബണ്ടിൽ. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ടു ബണ്ടിൽ എന്ന് വിളിച്ചു. ഇങ്ങനെയാണ് കോട്ട്ലനിൽ ബണ്ടിൽ ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മൾ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് എങ്ങനെയാണ്, ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം ആണ് ജാവയിലൊക്കെ ചെയ്യുക അല്ലേ. പക്ഷേ ഇവിടെ കോട്ട്ലിൽ വന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ടു ബണ്ടിൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ക്ലാസിൻ്റെ ഒബ്ജക്റ്റായി അത് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ബി എന്ന് പറയുന്നത് ബണ്ടിലിൻ്റെ ഒബ്ജക്റ്റ്. ബി ഡോട്ട് പുട്ട് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, പുട്ട് സ്ട്രിങ്. ഓക്കെ, ബി ഡോട്ട് പുട്ട് സ്ട്രിങ്. ഇതിൻ്റെ അകത്ത് കീ കോമ വാല്യൂ, അതായത് കീ വാല്യൂ പേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് എടുത്തു വെക്കേണ്ടത്, നമുക്ക് പാസ് ചെയ്യേണ്ട വാല്യൂ എടുത്തു വെക്കേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് യൂസർ നെയിം എന്നൊരു ബോക്സ് ഉണ്ട്, പാസ്വേഡ് ടൈപ്പ് ചെയ്ത ബോക്സ് ഉണ്ട്. ഈ യൂസർ നെയിം ബോക്സിൽ ഞാൻ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് അത്, പാസ്വേഡ് ബോക്സിൽ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് അത്, ഈ രണ്ട് വാല്യൂസ് ഞാൻ എന്ത് ചെയ്യണം, ഈ പേജിൽ നിന്ന് ഞാൻ അടുത്ത പേജിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാനിവിടെ ഒരു കീ കൊടുക്കണം. ആദ്യം ഞാനൊരു ഡബിൾ കോഡ്സിൻ്റെ അകത്ത് എ എന്ന് കൊടുത്തു. ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കീ ആയിട്ട് നമുക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ എ വേണ്ട, കീ 0 എന്ന് കൊടുത്തു. ഓക്കെ, കീ 0. ഓക്കെ, കോമ. എന്നിട്ട് അതിനൊരു വാല്യൂ വേണം. വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, യുനെയിം എന്ന് പറയുന്ന ബോക്സ് ടൈപ്പ് ചെയ്യുന്നത് എന്താണോ അതല്ല എനിക്ക് വേണ്ടത്. സോ യുനെയിം ഡോട്ട് ടെക്സ്റ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, അതിൻ്റെ വാല്യൂ കിട്ടും, ഡോട്ട് ടു സ്ട്രിങ്. ഓക്കെ, ഇനി വീണ്ടും രണ്ടാമത്തെ വാല്യൂ ബി ഡോട്ട് പുട്ട് സ്ട്രിങ് ഓഫ്, വീണ്ടും ഒരു കീ വേണം. അതിന് ഞാൻ കീ 1 എന്ന് കൊടുത്തു. കീ 1 ആൻഡ് കോമ പാസ് ഡോട്ട് ടെക്സ്റ്റ് ഡോട്ട് ടു സ്ട്രിങ്. ഓക്കെ, ഇപ്പം എന്ത് സംഭവിച്ചു, ബണ്ടിലിൻ്റെ ഒബ്ജക്റ്റാണ് ബി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തേക്ക് ഒരു കീ വാല്യൂ പെയർ ആയിട്ട് രണ്ട് വാല്യൂസ്, അതായത് യൂസർ നെയിമും പാസ്വേഡും രണ്ട് ബോക്സ് ടൈപ്പ് ചെയ്യുന്ന വാല്യൂസ് എന്തൊക്കെയാണോ അത് രണ്ടെണ്ണം ഓരോ കീസ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പം ഞാൻ എൻ്റെ ബണ്ടിലിൻ്റെ അകത്ത് രണ്ട് വാല്യൂസ് ഉണ്ട് അല്ലേ. ഈ രണ്ട് വാല്യൂസിനോട് ഞാൻ ബണ്ടിൽ അപ്പുറത്തെ പേജിലേക്ക്, നെക്സ്റ്റ് പേജിൽ, എൻ്റെ നെക്സ്റ്റ് പേജ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് പേജാണ് എനിക്കുള്ളത്, ആ പേജിലേക്ക് എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. അപ്പോൾ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻഡൻറ്റ് വഴിയാണ് ഞാനത് ബണ്ടിൽ പാസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇൻഡൻറ്റ് എഴുതണം. അപ്പോൾ വാൽ ഐ ഈക്വൽ ടു ഇൻഡൻറ്റ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ദിസ്, ഈ പേജിൽ നിന്ന് പോകേണ്ട പേജിൻ്റെ പേര് ടെസ്റ്റ്
സ്കോപ്പ് റെസൊല്യൂഷൻ ക്ലാസ് ഡോട്ട് ജാവ. ഓക്കെ, ദെൻ അതിനുശേഷം ഇപ്പോൾ ഇൻഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ഏതാ ഐ അല്ലേ. സോ ഐ ഡോട്ട് ഐയുടെ അകത്തേക്ക് ഐ ഡോട്ട് പുട്ട് എക്സ്ട്രാസ് ഓഫ് പുട്ട് എക്സ്ട്രാസ് ഓഫ് ബി. ഇപ്പോൾ എന്താ സംഭവിക്കുക, ഐ എന്ന് പറയുന്നത് ഇൻഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിൻ്റെ അകത്തേക്ക് പുട്ട് എക്സ്ട്രാസ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ബണ്ടിലിൻ്റെ ഒബ്ജക്റ്റ് എടുത്ത് ഐ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്തേക്ക് വെച്ചു. ഇനി എന്ത് ചെയ്യാന്ന്, പോകാൻ നമ്മൾ പറഞ്ഞില്ല, പോകാൻ പറയാൻ വേണ്ടിയുള്ള ഫംഗ്ഷനാണ് സ്റ്റാർട്ട് ആക്ടിവിറ്റി ഓഫ് ഐ. ഓക്കെ, ഇപ്പോൾ ബണ്ടിൽ ക്രിയേറ്റ് ചെയ്തു, അതായത് പർട്ടിക്കുലർ ബട്ടൺ ക്ലിക്കിൻ്റെ അകത്ത് ബണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ബണ്ടിൻ്റെ അകത്തേക്ക് യൂസർ നെയിമിലും പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡ് വാല്യൂസ് കയറ്റി വയ്ക്കുന്നു, കീ വാല്യൂ പേരായിട്ട് കയറ്റി വയ്ക്കുന്നു. ദെൻ ഇൻഡൻറ്റ് കോൾ ചെയ്യുന്നു, ഏത് പേജിൽ നിന്ന് ഏത് പേജിലേക്ക് പോകണമെന്ന് പറയുന്നു. ദെൻ ആ ഇൻഡൻറ്റിൻ്റെ ഒബ്ജക്റ്റിൻ്റെ അകത്തേക്ക് ബണ്ടിലിൻ്റെ ഒബ്ജക്റ്റ് എടുത്ത് ആഡ് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് സ്റ്റാർട്ട് ആക്ടിവിറ്റി വിളിക്കുമെന്ന് സംഭവിക്കുക, ഈ പേജിൽ നിന്ന് അടുത്ത പേജിലോട്ട് ഡയറക്ഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ അങ്ങനെ വാല്യൂസ് ഒക്കെ എടുത്ത് വെച്ച് എങ്ങനെയാണ് ബണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നതും ബണ്ടിലിൻ്റെ അകത്തേക്ക് വാല്യൂസ് എടുത്ത് വയ്ക്കുന്നതും. ഇനി ഈ ബണ്ടിൽ എടുത്ത് വെച്ച വാല്യൂസ് നെക്സ്റ്റ് പേജിൽ എങ്ങനെ റിസീവ് ചെയ്യും എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണ്. ടെസ്റ്റ് എന്ന പേജിൽ പോയി. അപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ അവിടെ നമ്മൾ രണ്ട് വേരിയബിൾ നമുക്കുണ്ടല്ലോ അല്ലേ, രണ്ട് ടെക്സ്റ്റ് വെച്ചിട്ടില്ലേ, T1 ഉം T2. സോ T1 ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ഓഫ് ആർ ഡോട്ട് ഐ ഡി ഡോട്ട് T1. ഓക്കെ, ആംഗിൾ ബ്രാക്കറ്റ് വേണ്ട കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, പുറത്ത് ആസ് ടെക്സ്റ്റ് വ്യൂ. ഓക്കെ, എന്ത് ചെയ്യുക, അപ്പോൾ രണ്ട് ടെക്സ്റ്റ് വ്യൂ ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ. സോ രണ്ട് ടെക്സ്റ്റ് വ്യൂ T1 ഉം T2 രണ്ട് വേരിയബിൾ അതിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ രണ്ട് വേരിയബിൾ നമ്മളിപ്പോൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വാല്യൂ റിസീവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാനൊരു വാൽ ബി ഈക്വൽ ടു വാൽ ബി, ചുമ്മാ ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ടു, നമുക്ക് എന്ത് വഴിക്കാണ് വാല്യൂസ് വരുന്നത്, ഇൻഡൻറ്റിൽ കൂടിയല്ലേ വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗെറ്റ് ഇൻഡൻറ്റ് വിളിക്കണം. ഗെറ്റ് ഇൻഡൻറ്റ്, സോറി ഗെറ്റ് ഇൻഡൻറ്റ് ജാവയുടെ ഓർമ്മയിൽ പറഞ്ഞാണ്, സോറി ക്ഷമിക്കുക. ഗെറ്റ് ഇൻഡൻറ്റിന് പകരം കോട്ടണിൽ യൂസ് ചെയ്യുന്നത് വെറും ഇൻഡൻ്റ് ആണ്. ഓക്കെ, ഇൻഡൻറ്റ് ഡോട്ട് എക്സ്ട്രാസ്, സോറി എക്സ്ട്രാസ്, ഇൻഡൻറ്റ് ഡോട്ട് ഗെറ്റ് എക്സ്ട്രാസ്. നമ്മൾ ജാവയിലാണെങ്കിൽ ഗെറ്റ് ഇൻഡൻറ്റ് ഡോട്ട് ഗെറ്റ് എക്സ്ട്രാസ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാസ് വിളിക്കാൻ കാരണം എന്താണ്, തൊട്ട് മുമ്പത്തെ പേജിൽ എടുത്തു വെച്ചപ്പോൾ പുട്ട് എക്സ്ട്രാസ് ആണ് വിളിച്ചത്. പുട്ട് എക്സ്ട്രാസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വിളിക്കും, ഗെറ്റ് എക്സ്ട്രാസ് ആയിരിക്കും വിളിക്കുക. ഓക്കെ, എക്സ്ട്രാസ് വിളിച്ചു. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന രണ്ട് ടെക്സ്റ്റ് വ്യൂവിൻ്റെ അകത്തേക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് കയറ്റി വെക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ രണ്ട് പേരും ഉണ്ടാക്കണം. വാർ എ ഈക്വൽ ടു ബി ഡോട്ട് ഗെറ്റ് സ്ട്രിങ്. ഓക്കെ, എന്തുകൊണ്ടാണ് ബി ഡോട്ട് ഗെറ്റ് സ്ട്രിങ് വിളിക്കാൻ കാരണം, ഫസ്റ്റ് പേജിൽ ബി ഡോട്ട് പുട്ട് സ്ട്രിങ് ആയിരുന്നു. ഇനി അതുകൊണ്ടാണ് അപ്പുറത്തെ പേജിൽ ഗെറ്റ് സ്ട്രിങ് വിളിച്ചത്. ഇനി ഇവിടെ കീ 0 കൊടുത്തതാണോ, ഇതാണ് നമ്മുടെ കീ. ഈ കീ വിളിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് അപ്പുറത്ത് കിട്ടണം. അതാണ് നമ്മുടെ പർപ്പസ്. ഇപ്പോൾ ഡബിൾ കോഡ്സിൻ്റെ അത് എന്ത് കൊടുത്തു, കീ 0 എന്ന് കൊടുത്തു. ഓക്കെ, ഇത് നൾ പോയിൻ്റ് എക്സ്പ്രഷൻ ആണ്. ജസ്റ്റ് അവർ തന്നെ ഓപ്ഷൻസ് തരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ബൾബ് വരും, അത് നൾ അസെപ്റ്റം വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കളയുക. ഓക്കെ, then അടുത്തത് വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, വാർ ബി പറ്റില്ല കേട്ടോ, വാർ സി, കാരണം ഒരു ബി മേളിൽ ഓൾറെഡി യൂസ് ചെയ്ത് പോയല്ലോ. വാർ ബി ഈക്വൽ ടു എന്ത് ചെയ്തു, ബി ഡോട്ട് സി ഈക്വൽ ടു ബി ഡോട്ട് ഗെറ്റ് സ്ട്രിങ് ഓഫ് കീ 0ക്ക് പകരം കീ 1. ഇപ്പോൾ രണ്ട് കീ വിളിക്കുമ്പോൾ രണ്ടെണ്ണത്തെ വാല്യൂസ്, ഇപ്പോൾ ആദ്യത്തെ യൂസർ നെയിം ഉണ്ടായിരുന്ന വാല്യൂസ് എയിലുണ്ടാവും, പാസ്വേഡുള്ള വാല്യൂ സിക്കകത്തുണ്ടാവും. ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇപ്പോൾ നമ്മൾ ഇൻഡൻറ്റ് വഴി വന്ന വാല്യൂസ് ഗെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അപ്പോൾ T1ലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. T1 ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നുണ്ട്, സെറ്റ് ടെക്സ്റ്റ് C1 ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഓഫ് എ. വീണ്ടും T2 ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഓഫ് സി. ഇപ്പോൾ എന്താ സംഭവിക്കുക, ആ അപ്പുറത്തെ പേജിൽ നിന്ന് വന്ന രണ്ട് വാല്യൂസ് ഇവിടെയുള്ള രണ്ട് ടെക്സ്റ്റ് വ്യൂവിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് കാണിക്കും. ഇത്രയാണ് ഇതിൻ്റെ കോഡുള്ളൂ. ഇങ്ങനെയാണ് ബണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നതും വാല്യൂസ് കയറ്റി വയ്ക്കുന്നതും വാല്യൂസ് ആ നെക്സ്റ്റ് പേജിൽ റിസീവ് ചെയ്യുന്നതും. ഒരു പേജിൽ നിന്ന് തൊട്ടടുത്ത പേജിലേക്ക് മാത്രമേ വാല്യൂസ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മുടെ സെഷൻ്റെ ഒരു കോൺസെപ്റ്റ് നടക്കില്ല. ആ സെഷൻ്റെ കോൺസെപ്റ്റ് ഏത് പേജിലാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് അല്ലേ സെഷൻ, അതുപോലെ ഇതിനകത്ത് പറ്റില്ല, അതിന് വേറെ സാധനമുണ്ട്. അപ്പോൾ ഷെയ്ഡ് ഓപ്പറൻസ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസുമായിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നന്നായി വന്നിട്ടുണ്ട്. ഞാനിവിടെ യൂസർ നെയിമിൻ്റെ സ്ഥാനത്ത് വെൽക്കം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ,
ഞാൻ പാസ്വേഡ് ജെറി എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്താ വരണ്ടേ? ഈ പേജിൽ കൊടുത്ത സാധനം നമ്മൾ നെക്സ്റ്റ് പേജ് ചെല്ലുമ്പോൾ ഈ ഇവിടുത്തെ പേജിൽ വാല്യൂസ് അപ്പുറത്ത് കാണണം അല്ലേ? അതാണ് ബണ്ടിൽ. ഈ പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് നമ്മുടെ വാല്യൂസ് പാസ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജ് വന്നു. ഈ നെക്സ്റ്റ് പേജിൽ എന്ത് സംഭവിച്ചു? വെൽക്കം ജെറി, ആ കൊടുത്ത യൂസർ നെയിം പാസ്വേഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ബണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.